ഹലോ വീഡിയോസ്. അപ്പോൾ എൻ്റെ അടുത്ത് ഒരുപാട് പേര് ചോദിച്ചിട്ടുള്ള ഒരു ചോദ്യമാണ്, ഞാൻ ഈ രാവിലെ ഇടുന്ന ചന്ദനക്കുറി എന്തുകൊണ്ട് രാത്രി ആയാലും പോകാത്ത എന്താണ്? ഒരു പക്ഷേ എൻ്റെ സ്കിന്നിൻ്റെ പ്രത്യേകതയായിരിക്കും. ഓർമ്മ വെച്ച നാൾ മുതൽ ഞാൻ ചന്ദനക്കുറി ഇട്ട് കഴിഞ്ഞാൽ അത് പോകത്തില്ല. മീൻസ് തന്നെ മാച്ച് കളഞ്ഞാൽ മാത്രമേ പോകത്തുള്ളൂ. കാരണം ഞാൻ ജിമ്മിലൊക്കെ പോയിട്ട് നല്ലപോലെ വീർത്തിട്ട് പോലും നിങ്ങൾ ആലോചിച്ച് നോക്കിയേ, എൻ്റെ ചന്ദനക്കുറി പോയിട്ടില്ല. അപ്പോൾ എന്തായാലും അത് ദൈവികമായ ഒരു ശക്തിയായിട്ട് ഞാൻ കാണട്ടെ. ഇതെന്തായാലും ഗുരുവായൂരപ്പൻ്റെ ചന്ദനക്കുറിയാണ് കേട്ടോ. എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്, കാര്യം അതിങ്ങനെ കിടക്കുമ്പോൾ എന്തായാലും ഒരു ഐശ്വര്യമാണല്ലോ. അപ്പോൾ അതൊന്നുമല്ല, ഞാൻ പറയാൻ വന്ന കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമുക്ക് രാത്രി കിടക്കുന്നതിന് മുമ്പ് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ഹെൽത്ത് ടിപ്സുകൾ എനിക്ക് നിങ്ങളടുത്ത് പറഞ്ഞു തരാനുണ്ട്. അപ്പോൾ രാത്രി നമ്മൾ ഏറെ വൈകി കിടക്കുന്നത് നോക്കണ്ട. 8 മണിക്കൂറിൽ കുറയാതെയുള്ള ഉറക്കം നമുക്ക് കിട്ടണം എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു സംഭവങ്ങൾ ചെയ്ത് കഴിഞ്ഞാൽ, പറയാൻ പോകുന്ന ഹെൽത്ത് ടിപ്സുകൾ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാനസികമായിട്ടും അതുപോലെ ആരോഗ്യപരമായിട്ടും നല്ല മാറ്റം ഉണ്ടാവും. അത്യാവശ്യം നല്ലതാണത്. ചെയ്യാൻ പറ്റുന്ന എല്ലാ കാര്യങ്ങളും പറ്റില്ലെങ്കിലും പറ്റുന്ന കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ നല്ലതായിരിക്കും. അപ്പോൾ നമ്മൾ ഭക്ഷണം കഴിക്കുന്ന കാര്യമാണ് ഫസ്റ്റ്. നമ്മൾ എപ്പോഴാണോ കിടക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് ഒരു 2-3 മണിക്കൂർ മുന്നെയെങ്കിലും ഭക്ഷണം കഴിച്ചിരിക്കണം. മാത്രമല്ല ലഘുവായ ഭക്ഷണം വേണം കഴിക്കാൻ. ഭയങ്കര സ്ട്രോങ് ആയ ഭക്ഷണങ്ങൾ കഴിക്കരുത്. അതായത് അരിയാഹാരം, അങ്ങനെ ബിരിയാണി അങ്ങനെയൊക്കെയുള്ള സംഭവങ്ങളല്ലാതെ നമ്മൾ ചപ്പാത്തിയും അല്ലെങ്കിൽ ലഘുവായി പെട്ടെന്ന് ദഹിക്കുന്ന ഭക്ഷണങ്ങൾ കഴിക്കുക എന്നുള്ളതാണ്. അത് നമ്മൾ ആൾക്കാർ സ്റ്റിൽ നമ്മൾ ഉറങ്ങുകയാണ്. അപ്പോൾ അതുകൊണ്ട് അത് ഏറ്റവും പരമപ്രധാനമാണ്. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ നേരത്തെ ഭക്ഷണം കഴിച്ച് കഴിഞ്ഞു, അത് കഴിഞ്ഞാൽ പിന്നെ നമ്മൾ നമ്മുടെ ഫേസൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. അപ്പോൾ കുളിക്കുന്നതിന് മുന്നേ നമ്മുടെ എണ്ണ ഉണ്ടെങ്കിൽ എണ്ണ വെച്ചിട്ട് നല്ലപോലെ സൂപ്പറായിട്ട് മസാജ് ചെയ്യണം. നമ്മുടെ ഫേസിന് അത്യാവശ്യം നല്ലതാണ് കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്യുവാണ് നല്ലതായിരിക്കും. അത് ഓയിലി സ്കിൻ ഉള്ളവർ ക്ലൻസർ പോലെ ഉപയോഗിച്ചിട്ട് മസാജ് ചെയ്താൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഹെയർ അതുപോലെ തന്നെ സെറം ഉപയോഗിക്കുന്നവർക്കാണെങ്കിൽ അങ്ങനെ സെറം ഉപയോഗിക്കാം. ഇനി അല്ലാതെ ആണെങ്കിൽ നല്ലപോലെ മസാജ് ചെയ്ത് കംപ്ലീറ്റ് മസാജ് ചെയ്ത് കുറേ നല്ല ആശ്വാസം കിട്ടും കേട്ടോ. നല്ലപോലെ മസാജ് ചെയ്തതിന് ശേഷം മുകളിലേക്ക് മുടി വലിച്ച് കെട്ടരുത് കേട്ടോ. അയച്ചിട്ട് കെട്ടി വെക്കണം. അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ചെറിയ ചൂടുവെള്ളത്തിൽ വേണം കുളിക്കാൻ. അത് നല്ലതാണ് കേട്ടോ. ചെറിയ ചൂടുവെള്ളം, അതിൽ തല അധികം നനയ്ക്കണം. കാരണം തല രാത്രി കുളിച്ചിട്ട് കിടക്കുന്ന നമുക്ക് കൂടുതൽ നീർ വീഴ്ചയ്ക്കൊക്കെ കാരണമാവും, അസുഖങ്ങൾ വരാനുള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ അതുകൊണ്ട് ചെറിയ ചൂടുവെള്ളത്തിൽ മേല് കഴുകുക. അതിനുശേഷം പിന്നെ നമ്മൾ കിടക്കുന്നതിനും ഒരു 1/2-3 മണിക്കൂർ മുമ്പ് നമ്മുടെ ഈ ഫോൺ അങ്ങ് മാറ്റി വയ്ക്കുക. അത് നമുക്ക് നല്ലതല്ല, കണ്ണിനും അത്ര നല്ലതല്ല. അപ്പോൾ നമുക്ക് ഒന്നുകിൽ പാട്ട് കേൾക്കാം, അല്ലെന്നുണ്ടെങ്കിൽ നമുക്ക് എന്തെങ്കിലും കഥ കേൾക്കാം, ഇല്ലെങ്കിൽ ബുക്ക് വായിക്കാം. നമ്മൾ ബുക്ക് വായിച്ച് കിടക്കുവാണെങ്കിലും അത്യാവശ്യം നല്ലതായിരിക്കും. അപ്പോൾ പിന്നെ നമ്മൾ വേഗം ഉറങ്ങുകയും ചെയ്യും. അപ്പോൾ പിന്നെ ബ്രഷ് ചെയ്യാൻ ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ ബ്രഷ് ചെയ്യാവുന്നതാണ്. ചിലർ മാത്രമേ ചെയ്യാറുള്ളൂ, പക്ഷെ ചെയ്യുന്നത് പല്ലിൻ്റെ സുരക്ഷയ്ക്ക് നല്ലതാണ്. പിന്നെ കുറച്ചൊന്ന് നമ്മൾ കുളിക്കുന്നതിന് മുന്നേ ചെറിയ ചൂടുവെള്ളത്തിൽ കുളിക്കുന്നതിന് മുമ്പേ ഒന്ന് ജസ്റ്റ് ഒരു വാമപ്പ് പോലെ ചെറിയൊരു സ്ട്രെച്ചിങ് ചെയ്യുന്നത് നല്ലതായിരിക്കും. കാരണം ഓൾറെഡി ജിമ്മിലൊക്കെ പോകുന്നവരാണെങ്കിൽ അത് വേണമെന്നില്ല, ഇല്ലെങ്കിൽ നല്ല ഇത്രയും കാര്യങ്ങൾ കറക്റ്റായിട്ട് ചെയ്യുവാണെങ്കിൽ അടിപൊളിയായിരിക്കും.